ലെബനോനിലോട്ടുള്ള ആക്രമണത്തിന് ഇറാൻ്റെ ശക്തമായിട്ടുള്ള ഒരു മറുപടി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ സംസാരിക്കാനും സീസ് ഫയറും ഒന്നും പറഞ്ഞു നിൽക്കില്ല. ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ ആകാശത്ത് തീമഴ ഞങ്ങൾ പെയ്യിക്കും. അതായത് ഞങ്ങൾ ഇനി കണ്ടിന്യൂസ്ലി ഇസ്രായേലിലോട്ട് ഞങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും വിട്ടിരിക്കും. ഇസ്രായേലിനെ ഞങ്ങൾ തീ കത്തിക്കും എന്നാണ് ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു അല്ലെങ്കിൽ ഒരു അവസാന മുന്നറിയിപ്പായിട്ട് ഇപ്പം കൊടുത്തിട്ടുള്ളത്. ഇന്നലെയും ഇന്നും നമ്മൾ കണ്ടു, സീസ് ഫയർ പറഞ്ഞ 2 ദിവസങ്ങളിലും ലെബനോനിൽ ഏകദേശം 200-ന്റെ മേലെ ആളുകളെയാണ് അതായത് സിവിലിയൻസ് നിൽക്കുന്ന സ്ഥലത്തോട്ട് ഇസ്രായേൽ ആക്രമിച്ച് ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഹിസ്ബുള്ളനെ പിടിക്കണം എന്നുള്ള പേരിൽ അവർ കൊന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ചെറിയ കുട്ടികളെയും അല്ലെങ്കിൽ അവിടുത്തെ കുടുംബങ്ങളെയാണ്. ഇന്ന് വന്നൊരു ഔട്ട് ചെയ്യുന്ന ഫോട്ടോ ആണ്. അവിടുന്ന് അവർ കഴിഞ്ഞ 2 ദിവസത്തിനകത്ത് കൊലപ്പെടുത്തിയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കുറച്ച് ഫോട്ടോസ് മാത്രം. ഇത്രയും ദിവസത്തിൻ്റെ ഇടയ്ക്ക് ലെബനോനിൽ മാത്രം ഏകദേശം 600-700ഓളം ആളുകളെ ഇസ്രായേൽ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതായത് ഒരു തരത്തിലുള്ള യുദ്ധനീതിയോ ഒരു തരത്തിലുള്ള മനുഷ്യത്വമോ ഒന്നുമില്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ മാത്രമായിട്ടുണ്ട് ഇസ്രായേലിൽ ഭരിക്കുന്നവരും അല്ലെങ്കിൽ അവിടുത്തെ ഒരു 70% ആളുകളും അത് തന്നെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പം ഇറാൻ്റെ മുന്നറിയിപ്പ് വളരെ വ്യക്തമായിരുന്നു ഇന്ന്. അതുമാത്രമല്ല, ഇറാൻ്റെ ഹാക്കിംഗ് ഗ്രൂപ്പ് ഇസ്രായേലിലെ മുൻ IDF മേധാവിയുടെ അയാളുടെ കംപ്ലീറ്റ് പേഴ്സണൽ ഡാറ്റാസ് ഹാക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കണ്ടെത്തിയിട്ടുള്ളത് ഏകദേശം 19,000-ഓളം വരുന്ന ഫോട്ടോസും ഫയൽസുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ പറഞ്ഞ ആളുകൾ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചിട്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത്. അതായത് ഖത്തറി പ്രധാനമന്ത്രി അമീർ തമീം അടക്കം ഉള്ള പലരും, ജോർദാനിയൻ പ്രസിഡന്റ്, അങ്ങനെ ഒരുപാട് ആളുകളുടെ കൂടെയുള്ള നയതന്ത്ര ചർച്ചകളും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പേഴ്സണൽ ടോക്കുകളും ഒക്കെയാണ് ഇവർ ചോർത്തിയിട്ടുള്ള ഡാറ്റകൾ ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് പുറത്തോട്ട് വിട്ടത്. അതിൽ പറയുന്നത് ഇനി പല രാജ്യങ്ങളുമായിട്ടുള്ള ഇത്തരത്തിലുള്ള രഹസ്യ കൂടിക്കാഴ്ചകളും സംഭാഷണങ്ങളൊക്കെ അതിലുണ്ട്. ഓരോന്നായിട്ട് ഞങ്ങൾ പുറത്തോട്ട് വിടാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ഇറാൻ ഈ പറഞ്ഞ ഖത്തറിലോട്ടും ജോർദാനിലോട്ടും ഒക്കെ അടിച്ചു എന്ന് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെയും അല്ലെങ്കിൽ അമേരിക്കനെയും സഹായിച്ച് ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാവും. ഇനി അതല്ലാതെ പിന്നെ പറയാനുള്ള ചില കാര്യങ്ങൾ, ഇപ്പം ഇന്ന് ലെബനോനിലോട്ടുള്ള ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഈ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും നിരീക്ഷണ ഡ്രോണുകൾ ഇന്ന് ഇറാൻ്റെ അതിർത്തിയിലൂടെ ഇറാനെ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അതിനെല്ലാം ഇറാൻ തന്നെ വെടിവെച്ചിട്ടുണ്ട്. ആദ്യം വന്ന റിപ്പോർട്ട് അതിനെന്തോ ഒരു തകരാറ് കാരണം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നും അമേരിക്കയുടെ സൈഡിൽ നിന്നും വന്ന റിപ്പോർട്ട് അതിന് ചില തകരാറുകൾ കാരണം അത് അപ്രത്യക്ഷമായി കടലിലൂടെ വീണിട്ടുണ്ടാവുന്നതായിരുന്നു. പക്ഷേ അതിനെ മിസൈൽ വെച്ച് വെടിവെച്ചിടുന്ന ഇമേജസും വീഡിയോസും ഇപ്പം ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കുറച്ച് ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞു വെച്ച പോലെ ഒരു തരത്തിലുള്ള യുദ്ധനീതിയോ ഒരു കാര്യങ്ങളോ ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സീസ് ഫയർ പോലും വെറും ഒരു പ്രഹസനം മാത്രമാണ് എന്ന് തുടക്കം മുതൽ അറിയുമെങ്കിലും ഒരു 24 മണിക്കൂർ പോലും ആയുസില്ലാത്ത ഒരു സീസ് ഫയർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇത്. അത് ട്രംപ് പറഞ്ഞ വാക്കിനും അല്ലെങ്കിൽ നെതന്യാഹു പറഞ്ഞ വാക്കിനും എത്രത്തോളം വിലയുണ്ട് എന്നൊക്കെ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ട്രംപ് 10 കരാറുകൾ അംഗീകരിച്ചു എന്നും പറഞ്ഞിട്ടാണ് സീസ് ഫയർ കൊണ്ടുവന്നത്. സീസ് ഫയറിൽ എന്താണ് അവർ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അവർ റീഫിൽ ചെയ്യാൻ വിചാരിച്ച ഇസ്രായേലി അയൺ ഡോം സിസ്റ്റവും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ മറ്റ് അയൺ ഡോം സിസ്റ്റങ്ങളൊക്കെ റീഫിൽ ചെയ്ത് കഴിയുന്നവരെ അവരിങ്ങനെ പ്രകോപനം പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അവർ വീണ്ടും യുദ്ധത്തിലോട്ട് ഇതിനെ തിരിയും. അതായത് പറഞ്ഞ വാക്കിന് ചാക്കിൻ്റെ വില പോലും ഇല്ലാത്ത 2 ലോക നേതാക്കളാണ് ട്രംപും നെതന്യാഹു. അത് അവർ ആ തന്തയില്ലായ്മ നല്ല വൃത്തിക്ക് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഈ സൈഡിൽ നിങ്ങൾ കാണുന്നതാണ് ഈ 19,000 ഫയലുകളുടെ ഡീറ്റെയിൽസ്. അതായത് ഇസ്രായേലി സൈനിക മേധാവിയായിരുന്ന ഹവേലിയുടെ രഹസ്യങ്ങളാണ് ഇറാൻ ഹാക്കേഴ്സ് ചോർത്തിയിട്ടുള്ളത്. ഇസ്രായേലി മുൻ സൈനിക മേധാവിയായിരുന്നു ഹെർസി ഹവേലി. അതായത് സ്വകാര്യ വിവരങ്ങളാണ് കംപ്ലീറ്റ്ലി ഇപ്പം പുറത്തോട്ട് പകർത്തിയിട്ടുള്ളത്. ഫയലുകളിൽ വ്യക്തിഗത ഉപകരണങ്ങളിൽ നിന്നും ഏകദേശം 19,000 ഫയലുകളാണ് ഇവർ കൈക്കലാക്കിയതായിട്ട് അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല, ചോർച്ചയുടെ തെളിവായി ഡസൻ കണക്കിന് ചിത്രങ്ങൾ ഹാക്കർമാർ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഹവേലിയുടെ കുടുംബങ്ങളും ID കാർഡുകളും അവയ്ക്ക് പുറമെയാണ് ഇതുപോലത്തെ ജോർദാനും അതുപോലെ തന്നെ ഖത്തർ ഉദ്യോഗസ്ഥരുമായിട്ട് നടത്തിയിട്ടുള്ള തന്ത്രപ്രധാനമായ ചർച്ചകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ ഹാക്കർ പുറത്തുവിടും എന്നുള്ളൊരു റിപ്പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവർ ഈ സൈബർ ആക്രമണം നടത്തിയ രീതിയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ, സൈബർ സുരക്ഷാ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക സൈനിക നെറ്റ്വർക്കിന് പകരം ഹവേലിയുടെ വ്യക്തിഗത ഉപകരണങ്ങളാണ് ഹാക്കർമാർ ഫസ്റ്റ് ലക്ഷ്യം വെച്ചത്. അതിനുള്ള കാരണം
അതിൻ്റെ സെക്യൂരിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഹാക്കിംഗ് ഓപ്ഷൻ അതിലുള്ളതുകൊണ്ട് തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോർത്തിയത് എന്നാണ് ഇതിൻ്റെ ആക്രമണ രീതിയെ പറ്റി പറയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ച് അവരുടെ പേഴ്സണലായിട്ട് അവർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇസ്രായേലികളാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലത്തെ പല വൃത്തികെട്ട രീതിയിലൂടെയാണ് അവർ പല കാര്യങ്ങളും സാധിച്ചെടുക്കാറ്. അപ്പോൾ അത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ അവരുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള ഇത്തരത്തിലുള്ള ഹാക്കിംഗ് ത്രൂ സിസ്റ്റം വഴിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം ഇവരെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് ഇത് കാണുന്നത് പല ഹാക്കേഴ്സും. അപ്പം ഇനി ഏതൊക്കെ രീതിയിലുള്ള ഫയലുകളാണ് ഇവർ പുറത്തോട്ട് വിടാൻ പോകുന്നതിൽ നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഖത്തർ അമീറും അതുപോലെ തന്നെ ജോർദാനിയൻ സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെ കൂടിക്കാഴ്ചകൾ നടത്തുന്നതും അവരുടെ പല പേഴ്സണൽ ടോക്കും ഈ ഒരു ഫയലിൽ അടങ്ങിയിട്ടുള്ളതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അവിടുത്തെ, അതായത് മുൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാക്കളും ഭയങ്കര രൂക്ഷമായിട്ട് നെതന്യാഹുവിനെതിരെ സംസാരിക്കുന്നുണ്ട്. ഇതിൽ പറയുന്നത് നെതന്യാഹുവിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള യയൻ ലാപ്പിഡ് നടത്തുന്ന കടുത്ത വിമർശനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇതിൽ നമ്മൾ കാണിച്ചു തരുന്നത്. ഇതിൽ നയതന്ത്ര പരാജയം എന്നാണ് ഇറാൻ യുദ്ധത്തിൽ അവർ വിശേഷിപ്പിക്കുന്നത്. അതായത് അവിടുത്തെ പ്രതിപക്ഷം തന്നെ വിശേഷിപ്പിക്കുന്നതാണ്. തന്ത്രപ്രധാനമായ പ്ലാനുകൾ ഉണ്ടെന്നും പറഞ്ഞ് നെതന്യാഹു ഇസ്രായേൽ പൗരന്മാരെ പങ്കാളികളെയും തെറ്റിദ്ധരിപ്പിച്ച് എന്നാണ് കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ ഒപ്പിട്ട കരാറിൽ ഇസ്രായേലിന് യാതൊരു സ്വാധീനവും ഇല്ലായിരുന്നു. ഇസ്രായേലിൻ്റെ അഭിപ്രായം ചോദിച്ചിരുന്നു എന്നുള്ളത് വെറും പച്ചക്കള്ളമാണ് എന്നാണ് പറയുന്നത്. അടിമരാജ്യം, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇസ്രായേലിനെ ഒരു അടിമരാജ്യമായിട്ടാണ് നെതന്യാഹു മാറ്റിയത്. അതായത് അമേരിക്കയിൽ നിന്നും ഫോണിലൂടെ ഓർഡറുകൾ സ്വീകരിക്കുന്ന അവസ്ഥയാണ് ഇപ്പം ഇസ്രായേലിന് എന്നാണ് ഈ ഒരു രൂക്ഷമായിട്ടുള്ള വിമർശനം വന്നിട്ടുള്ളത്. പിന്നെ ഇസ്രായേലിൻ്റെ സൈന്യം മികച്ച രീതിയിൽ പോരാടിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിന് പരാജയം കാരണമാണ് ഈ നേട്ടങ്ങൾ ഫലമില്ലാതായത് പോയത് എന്നാണ് പറയുന്നത്. അതായത് അവരും യുദ്ധം നിർത്തണം എന്നല്ല അവരോടും പറഞ്ഞത്, അവർക്ക് നെതന്യാഹു ചെയ്ത രീതികൾ ശരിയായിട്ടില്ല, അമേരിക്കയ്ക്ക് അടിമപ്പെട്ടിട്ട് ചെയ്യുന്ന രീതിയാണ് എന്നാണ് പറയുന്നത്. ഇത് ഇറാൻ്റെ ആണവ ഭീഷണിയോ അല്ലെങ്കിൽ മിസൈൽ ഭീഷണിയോ അല്ലെങ്കിൽ അവിടുത്തെ റെജീം ചേഞ്ചുകളോ ഒന്നും സാധ്യമാക്കാൻ പറ്റാത്ത ഒരു വലിയ യുദ്ധപരാജയത്തിലോട്ടാണ് ഇസ്രായേൽ എത്തിയത് എന്നാണ് ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സൗദി, UAE തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് ഒരു പ്രാദേശിക സൈനിക സഖ്യം ഉണ്ടാക്കണമായിരുന്നുവെന്നും പറയുന്നത്. അതായത് അവർ ഇപ്പം അറബ് രാജ്യങ്ങളെ കൂട്ടുപിടിച്ചിട്ട് ഒരു പ്രാദേശിക സൈന്യം ഉണ്ടാക്കി അവരെ വെച്ച് നമ്മൾ ഇറാൻ അടിക്കണമായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ ഒരു സയനിസ്റ്റിൻ്റെ മെൻറ്റാലിറ്റി നിങ്ങൾക്ക് അറിയാലോ. അവിടെ ആര് ഭരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവരെ തീർക്കണം എന്നുള്ള ചിന്ത തന്നെയുള്ളത്. അത് ഇപ്പം നെതന്യാഹു ചെയ്തതിനേക്കാൾ ഹാർഡാക്കി നമുക്ക് ചെയ്യാമായിരുന്നു എന്നുള്ള പക്ഷക്കാരാണ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ. അപ്പം ഈ സയനിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തീവ്ര ജൂതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെറ്റകളാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള എന്താ പറയുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പം പുറത്തോട്ട് വരുന്നുണ്ട്. ഇത് ഇസ്രായേലിയൻ ഡ്രോണുകളാണ്. ഇസ്രായേലിയൻ ഡ്രോണുകൾ മാത്രമല്ല, ഇത് ഹാമസ് എന്ന് പറഞ്ഞ 900 എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോണാണ്. അതല്ലാണ്ട് അമേരിക്കയുടെ MQ-9 ഡ്രോണുകളും ഇന്ന് ഇറാൻ്റെ അതിർത്തിയിലൂടെ കടന്നു വരുന്നതായിട്ടുള്ള ഫയർ റഡാർ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് അപ്രത്യക്ഷമാകേണ്ടായിരുന്നത്. അപ്രത്യക്ഷമായ സമയത്ത് ഇപ്പം അമേരിക്കയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് വന്നിരുന്ന വിശദീകരണം അതിന് സാങ്കേതികമായിട്ടുള്ള എന്തോ തകരാറ് മൂലം അത് കടലിൽ വീണു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു ഇമേജ് IRGC പുറത്തോട്ട് വിടുകയാണ്. ഇമേജ് അല്ല, വീഡിയോ തന്നെ IRGC പുറത്തോട്ട് വിടുകയാണ്. അതിനെ ഷൂട്ട് ചെയ്ത് വീഴുന്ന വീഡിയോസാണ്. അതായത് സീസ്ഫയർ പറഞ്ഞിട്ടുണ്ടെങ്കിലും എപ്പോഴും ഈ പറഞ്ഞ അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലും ഇങ്ങനെ ഇറാൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഇറാൻ അങ്ങോട്ട് പോയി ചൊറഞ്ഞിട്ടാണെങ്കിലും ഇവരിത് ചെയ്തുകൊണ്ടിരിക്കും. അത് അവരുടെ ജന്മനുള്ള തന്ത ഗുണം എന്നൊക്കെ പറഞ്ഞ പോലെ തന്തയില്ലാത്ത ഗുണമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കറക്റ്റായിട്ടുള്ള മറുപടി ഇറാൻ്റെ സൈഡിൽ നിന്ന് വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്ത് വിട്ട് കഴിഞ്ഞാലും, അതായത് ഇറാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കൈ ഇപ്പോഴും തന്നെ കാഞ്ചിയിൽ തന്നെയാണ്. നിങ്ങൾ യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കൈ ഇവിടെ ഞങ്ങൾ എടുത്തിട്ടില്ല. നിങ്ങളുടെ തന്തയില്ലായ്മ കാണിക്കും, അത് കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതേ നാണയത്തിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പെഷഷ്കിയാൻ ഇന്ന് വന്നിപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇറാൻ വിൽ നോട്ട് അബാൻഡൻ ദ ലെബനീസ് പീപ്പിൾ. പ്രസിഡന്റ് പറഞ്ഞു, അതായത് ഞങ്ങൾ യുദ്ധത്തിന് വന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ കൈവിടില്ല. അവരെയും കൂടെ ഈ സീസ് ഫയർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ കൂടെ ചേർത്ത് പിടിക്കും. ഇനിയും ഇതേ ആക്രമണം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് എങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ യുദ്ധം ചെയ്തത് അതുപോലെ ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് പെഷഷ്കിയാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രസ്താവന വന്നിട്ടുള്ളത് ഇത് തന്നെയാണ്, സെയിം. അതായത് ഡെലിഗേഷൻ ഫ്രം ഇറാൻ വിൽ ട്രാവൽ. ഓക്കെ, അതായത് നാളത്തെ പീസ് ടോക്ക് നാളെയാണ് ഇസ്ലാമാബാദിൽ, മറ്റന്നാളാണ് ടോക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് സംസാരിക്കാൻ ഞങ്ങൾ പോകുന്നുണ്ട്. ബട്ട് വിൽ ഓൺലി പാർട്ടിസിപ്പേറ്റ് ഇഫ് ഇസ്രായേൽ സ്റ്റോപ്പ് ഓൾ ഇറ്റ്സ് അറ്റാക്ക് ഓൺ ലെബനൻ. ഞങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ, അതിന് ഞങ്ങൾ ഇസ്ലാമാബാദിൽ എത്തിയിട്ട് ഞങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇസ്രായേൽ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന, ലെബനോണിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ എനി പീസ് ഇൻ ദ റിലീജിയൻ മസ്റ്റ് ഇൻക്ലൂഡ് ലെബനൻ ആൻഡ് ദ കമ്മിങ് അവേഴ്സ് വിൽ ബി ക്രൂഷ്യൽ ടു സീ ഇസ്രായേൽ ക്യാൻ ബി റെയിൻഡ്. അതായത് ഇനി ഏത് രീതിയിലുള്ള പീസ് ടോക്കും ഈ റീജിയനിലോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിൽ ലെബനോൻ ഇൻക്ലൂഡഡ് ആയിരിക്കും.
അതുണ്ടെങ്കിൽ മാത്രമേ ഈ പീസ് ടോക്ക് മുന്നോട്ട് പോകുള്ളൂ. ഇറാൻ വാസ് നോട്ട് ഓൺ ദ വേജ് ഓഫ് റെസ്പോണ്ടിങ് ലാസ്റ്റ് നൈറ്റ് ബട്ട് റിഫൈൻഡ് ഇൻ ഓർഡർ ടു അലോ ഫോർ അഡീഷണൽ ഡിപ്ലോമസി. ഇറാൻ്റെ ഡിപ്ലോമസിയുടെ കാര്യം വളരെ ക്ലിയറാണ്. അതായത് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തുടക്കത്തിൽ 10 കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചു, ഈ കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ അതിൻ്റെ കാര്യം ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തുകയാണെങ്കിൽ ഓക്കെ, അതിൽ ഞങ്ങളുടെ പ്രോക്സികളായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ സഹായത്തിന് വന്നിട്ടുള്ള ആളുകളോടുള്ള ആക്രമണങ്ങൾ നിങ്ങൾക്ക് നിർത്താൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ പീസ് ടോക്ക് മുന്നോട്ട് പോകുള്ളൂ. അതല്ലാണ്ട് അത് ഞാൻ വലിച്ചെറിഞ്ഞ് അതിന് പകരം ഒരു 15 എണ്ണം ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ട്രംപ് പറഞ്ഞ പോലെ, അത് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്നും പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. കാരണം വ്യക്തമായിരുന്നു ട്രംപിൻ്റെ ആദ്യത്തെ ഈ ട്വീറ്റ്, അതായത് 10 ഇന കരാറുകൾ ഇറാൻ പറഞ്ഞത് ഡിസ്കസബിൾ അല്ലെങ്കിൽ എന്താ പറയുക, അതൊരു ഡിസ്കഷൻ പോയിന്റിൽ വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നും പറഞ്ഞിട്ടാണ് ട്രംപിൻ്റെ ആ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് സീസ് ഫയറിലോട്ട് ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നതും. അതല്ല, നിങ്ങൾ തിരിച്ച് പഴയതുപോലെ തന്നെ ആവുകയാണെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ റെഡിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഇന്ന് കാര്യമായിട്ട് പറയാനുള്ളത് ലെബനോണിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് കാര്യമായിട്ട് കൂടുതലായിട്ട് വലിയ ആക്രമണങ്ങളൊന്നും GCC കൺട്രീസിലോട്ട് ഇന്ന് വല്ലാണ്ട് ഉണ്ടായിട്ടില്ല. ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, വല്ലാതെ ഉണ്ടായിട്ടില്ല. കാരണം ഇറാൻ ഇപ്പം ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ഇനി ഇസ്രായേലിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പം ഈ ഒരു യുദ്ധം ഇനിയും ഇസ്രായേൽ ഇങ്ങനെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്ന ഇസ്രായേലിലോട്ടായിരിക്കും. ഇനി അമേരിക്കയുടെ സൈഡിൽ നിന്ന് വീണ്ടും ഈ പറഞ്ഞ പോലെ GCC കൺട്രീസിന് ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് വരികയാണെങ്കിൽ പഴയതുപോലെ ഞങ്ങൾ GCCനെയും അടിച്ചുകൊണ്ടിരിക്കും. കാരണം GCC ഇപ്പോൾ ഇന്ന് വന്ന ചില എന്ത് വരികയാണെങ്കിൽ 1500ഓളം പട്ടാളക്കാർ GCC വിട്ടു തിരിച്ച് വാഷിങ്ടണിലോട്ട് തിരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ചില ഡീറ്റെയിൽസ് ചില ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും ഇപ്പം ഇന്ന് എല്ലാവരും വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പകൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മീഡിയം വേറെ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം എന്താണെങ്കിലും ഇനിയിപ്പം മെയ് 4 റിസൾട്ട് വരിക, അതുവരെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ആരൊക്കെ നമ്മുടെ തുടർ ഭരണം ഉണ്ടാവുമോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വർഗീയ പാർട്ടികൾ നമ്മുടെ കേരളത്തിലേക്ക് നുഴഞ്ഞു കയറുമോ, അതല്ല നല്ല രീതിയിലുള്ള ഒരു തീരുമാനം ജനങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഇനി അറിയണമെങ്കിൽ ഇന്നത്തോടു കൂടി കഴിഞ്ഞു. അത് ഇനി അറിയണമെങ്കിൽ റിസൾട്ട് അറിയെങ്കിൽ മെയ് വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ വേറെ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിലും അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും.